ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെല്ലാവർക്കും നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാം എന്ന റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടത് എല്ലില്ലാത്ത ചിക്കൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ചെറുതായി കട്ട് ചെയ്യുക. അതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, 1-2 സ്പൂൺ സോയാ സോസ് ഇതൊഴിച്ച് നല്ലവണ്ണം ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. അത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അത്രയും ചിക്കനിലോട്ട് ഇതൊക്കെ നല്ലവണ്ണം പിടിച്ച് നല്ല ടേസ്റ്റ് ആവും കേട്ടോ പൊരിക്കുമ്പോൾ, ഫ്രൈ ചെയ്യാനിടുമ്പോൾ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി നമുക്ക് അരമണിക്കൂറിന് ശേഷം ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസും കൂടി ഫ്രൈ ചെയ്യാം. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു വൈറ്റ് സോസിൻ്റെ ആവശ്യമുണ്ട്. അത് ഒരു പാത്രം ചൂടായി അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്ത്, ബട്ടർ നല്ലവണ്ണം മെൽറ്റായതിന് ശേഷം 3 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. മൈദ കട്ട പിടിക്കരുത് കേട്ടോ, തീരെ കട്ട പിടിക്കരുത്. നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് 2 ഗ്ലാസ് പാല് ഒഴിച്ച് ക്രീം പരുവത്തിലാക്കി കട്ട പിടിക്കാതെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് പാകത്തിന് കുറച്ച് കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, പിന്നെ ഒറിഗാനോ, അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കേട്ടോ. നമുക്കതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതലിടാം, അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഒറിഗാനോ ഇടാം കേട്ടോ. ഞങ്ങൾക്കിവിടെ ഇഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റ്, അപ്പോൾ അതുകൊണ്ട് അത് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഒരു സ്പൂണൊക്കെ ആയിട്ട് അടുത്തിട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് മിൽക്കി വിസ്റ്റിൻ്റെ ചീസ് അതൊരു 3 സ്ലൈസ് ഇട്ട് ക്രീം റെഡിയായി. ഇനി ഇത് സെറ്റ് ചെയ്യാം. ആദ്യം ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ഫ്രൈഡ് ചിക്കൻ, പിന്നെ നമുക്ക് വൈറ്റ് സോസ്. ഇതിൻ്റെ വൈറ്റ് സോസ് ഇതിലേക്ക് മയോണൈസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, അത് ഞാനിതിൽ പറയാൻ മറന്നു പോയിട്ടോ. പിന്നെ രണ്ടാമത്തെ ലെയറും ഫ്രഞ്ച് ഫ്രൈസ്, ഫ്രൈഡ് ചിക്കൻ, മയോണൈസ്, വൈറ്റ് സോസ്. ഇനി നമ്മുടെ ടൊമാറ്റോ സോസ്. ഇത് നല്ല രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് കേക്കിൻ്റെ ഒക്കെ പൈപ്പിംഗ് ബാഗൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇത് നിറച്ച് നല്ല രീതിയിൽ ഡെക്കറേറ്റൊക്കെ ചെയ്തെടുക്കാം. നമ്മളിവിടെ ഒരു സിമ്പിൾ രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ചെറിയ ഡെക്കറേറ്റൊക്കെ ചെയ്ത് നമുക്ക് ഓറിഗാനൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്യാം. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഷോപ്പിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയത് കിട്ടിയത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ.